നമസ്കാരം. യാത്രാ വ്ളോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് കർണാടകയിലാണ്. കർണാടകയിലെ ഒരു മനോഹരമായ ഒരു സ്ഥലമുണ്ട്. ആ ഒരു സ്ഥലത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോകുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. ഈ സ്ഥലം ഗുണ്ടൽപേട്ടക്കടുത്ത്, അതായത് 20 കിലോമീറ്റർ അകലെയാട്ടോ. എവിടെ നോക്കിയാലും പച്ചപ്പാണ്, മനോഹരമാണ്. അപ്പോൾ ഇതാണ് ഗേറ്റ്. ഇവിടെ നിന്ന് നമുക്ക് 70 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തോട്ട് കയറാം കേട്ടോ. ഒരാൾക്ക് 70 രൂപയാണ്. ഒരു KSRTC, കർണാടകയിലെ KSRTC ബസ്സുണ്ട്. ആ ബസ്സിലാണ് നമുക്ക് പോകേണ്ടത്. ആ ബസ്സിൽ ഏകദേശം ആൾ ഫുള്ളായി കഴിഞ്ഞാൽ മാത്രമേ ആ ബസ് പുറപ്പെടുകയുള്ളൂ. ഇതാണ് ആ ബസ് കേട്ടോ. അപ്പോൾ 70 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ്. Said I made up my mind this time. I'm taking it over. നല്ല കയറ്റം കയറിയിട്ട് വേണം അങ്ങോട്ട് എത്തിപ്പെടാൻ. അതായത് 2 സൈഡുകളിലായിട്ട് പച്ചപ്പാണ്, നല്ല അടിപൊളി മനോഹരമാണ്. അതായത് ഗുണ്ടൽപേട്ടയിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ ഈ ഒരു സ്ഥലം സന്ദർശിക്കാതെ ഒരിക്കലും പോകരുത്. കാരണം അത് ഭയങ്കര നഷ്ടമായിരിക്കും. അത്രയേറെ ബ്യൂട്ടിഫുള്ളാണ്. ഇവിടെ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ് ഇവിടുത്തെ പ്രവേശനം. അതായത് നമ്മൾ രാവിലെ കയറി കഴിഞ്ഞാൽ നമുക്ക് എത്ര സമയം 4 മണി വരെ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യണം. ഈ ഒരു സ്ഥലത്ത് ഒരു സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു സിനിമയുടെ പേരാണ് ചന്ദ്രൻ നിൽക്കുന്ന തെങ്ങിൽ എന്ന ഒരു പടം ഇവിടെ ഷൂട്ട് ചെയ്ത ഒരു സ്ഥലമാട്ടോ. കാരണം നമുക്കറിയാം, ആ ഒരു പടം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇതാണ് ആ ഒരു ക്ഷേത്രം. ഹിമവത് ഗോപാലസ്വാമി പേട്ട എന്ന് എന്ന പേരിലാണ് ഈ ഒരു ക്ഷേത്രത്തെ അറിയപ്പെടുന്നത്. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. കാരണം ഇവിടെ ഫുൾ ടൈം കാറ്റാണ്. കാറ്റ് തണുപ്പ് കൂടിയിട്ടുള്ള ഒരു വൈബാണ്. കാരണം ഊട്ടിയിൽ പോയാൽ എങ്ങനെയുണ്ടാവും അതേപോലത്തെ ഫീലാണ് ഇവിടുത്തെ കാഴ്ചകൾ. കടലുകൾ ഫുള്ള് പരന്ന് കിടക്കുന്ന മനോഹരമായ പച്ചപ്പാൽ അലങ്കൃതമായി കിടക്കുന്ന അടിപൊളി വ്യൂ പോയിൻ്റ് കാണും. കാരണം ഇവിടെ ആന വരാറുണ്ട്, അതേപോലെ തന്നെ കടുവ, പലവിധ വന്യജീവികൾ ഇവിടെ വരാറുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, അതേപോലെ ഒന്ന് ഷെയർ ചെയ്ത് വിടുക.
ഈ ഒരു അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കാം കേട്ടോ. അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ആദ്യം തന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ കാണാൻ കഴിയുന്നത് ഒരു രഥമാണ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഒരു രഥമാട്ടോ. അപ്പോൾ പിന്നെ ഇതാണ് നമുക്ക് ഫസ്റ്റ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച. ഫുള്ള് കരിങ്കല്ല് കൊണ്ടാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പൂർണ്ണമായിട്ടും നിർമ്മാണം ചെയ്തിട്ടുള്ളത്. ഇവിടെ നിരവധി ആളുകളാണ് ഈ ഒരു ക്ഷേത്രം കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേരുന്നത്. ക്ഷേത്രം മാത്രമല്ല, ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടും കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ഭയങ്കര കാറ്റാണ്. കാരണം നമുക്കറിയാം ഈ ഒരു വീഡിയോയിലൊക്കെ സൗണ്ട് കേൾക്കാൻ കഴിയും. അതായത് പിന്നെ ഊട്ടിയിലൊന്നും പോകേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഊട്ടിയിൽ പോയ ആ ഒരു ഫീൽ എന്തായാലും കിട്ടും. കാരണം അത്രക്കേറെ മനോഹരമായ ഒരു സ്ഥലമാണ്. ഈ കാണുന്നത് ഒരു പഴയ ബിൽഡിംഗ് ആട്ടോ. ഒരുപാട് വർഷം പഴക്കം ചെന്ന ഒരു പഴയ ബിൽഡിംഗാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ ആ ഒരു ഫിലിം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന മൂവി ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഫിലിം കണ്ടാൽ മനസ്സിലാക്കുന്നുണ്ട്.